ഇവിടെ നിയമം അപ്പോൾ KSRTCക്ക് ഒരു നിയമം, ഓട്ടോറിക്ഷക്കാർക്ക് വേറെ നിയമം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതാണ് ഇപ്പോഴത്തെ സംഭവം. ഇതാണ് നോക്ക്, അതിൻ്റെ ബാക്ക് കിടക്കുന്ന എവിടെ നോക്ക്. ആൾ റോഡ് ക്രോസ് ചെയ്യും, എങ്ങനെ ക്രോസ് ചെയ്യും? ആ ബസ്സിൻ്റെ കീഴ്ത്തൂടെ പോകണം. ഈ വിദ്യാസ് പോകണേ 30 രൂപ ഓട്ടോ, 30 രൂപയ്ക്ക് ഈ സിഗ്നൽ കഴിഞ്ഞ് പോകണം. ഈ സിഗ്നൽ ചെല്ലുമ്പോഴായിരിക്കും ഇവർ ഓഫ് ചെയ്യുന്നത്. ഈ ഓഫ് ചെയ്യുന്ന വഴിക്ക് ഈ പോലീസുകാർ കൈ കാണിച്ച് ശ്രീപ്രധാനി വണ്ടി നിർത്തുന്നത്. ആ 30 രൂപ ഓട്ടത്തിന് 1000 രൂപ പെറ്റി വാങ്ങി വരുന്നത്. 1000 രൂപ ഞങ്ങൾ എവിടെ നിന്ന് അടയ്ക്കണം? ഇതിപ്പോൾ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്ന പെറ്റിയുടെ പേപ്പറുകളാണ്. ഇത് ഒറ്റ ഒരു വണ്ടിക്ക് മാത്രം വന്നിരിക്കുകയാണ്. ഇത് കേരള പോലീസിൻ്റെയും അതുപോലെ തന്നെ RTOയുടെയും. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര KSRTC ബസ്സിൻ്റെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ചേട്ടന്മാരൊക്കെ നിൽക്കുകയാണ്. നമുക്ക് ഓട്ടോക്കാരുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ഒന്നുകിലും ഒരു ബൈക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ കാറുണ്ടാവും. കാറും ബൈക്കും ചേർന്ന് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും ഇപ്പോൾ സ്വന്തം വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർക്ക് ആപ്പാടെ ലാഭം ഇതുപോലുള്ള KSRTC ബസ്സിലൊക്കെ വന്നിറങ്ങി ഇവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിലും മറ്റുള്ള കാര്യങ്ങളിലും പോകുന്ന ചെറിയ തുച്ഛമായ ഓട്ടമാണ്. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, വിജയാസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ. ഇവിടുന്ന് അകത്ത് പോകണമെങ്കിൽ നമ്മുടെ കൊട്ടായ പുലമൻ ജംഗ്ഷനിലെ ട്രാഫിക് കടന്നു വേണം പോകാൻ. ആ പോകുന്ന വഴി നമ്മുടെ ട്രാഫിക് പോലീസിൻ്റെയും പിന്നെ MPDയുടെ ഒക്കെ കുറച്ച് ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ട് പല പ്രാവശ്യം ഈ ഓട്ടോക്കാരെ മാത്രം ലക്ഷ്യമിട്ട് കുറേ പെറ്റികൾ വന്ന് കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ ചേട്ടന്മാർക്കും 20-30 പെറ്റികൾ അടക്കമുണ്ട്. അതുകൊണ്ട് ഈ ചേട്ടന് തന്നെ 20,000 രൂപയുടെ പെറ്റിയുണ്ട്. ഈ ചേട്ടൻ്റെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലീസിൻ്റെ പെറ്റിയാണെങ്കിൽ വേറെയും എന്നാലോചിച്ചോണം. ഇത് കുറച്ചൊക്കെ അവർ അടയ്ക്കാൻ ശ്രമിച്ചു. എന്നിട്ട് നിരന്തരം വീണ്ടും വരികയാണ്. ഓട്ടോക്കാരെ മാത്രം ലക്ഷ്യമിട്ട് എന്താണ് ഈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല ഈ കൊട്ടാരക്കര മാത്രമല്ല കേട്ടോ, ഈ കേരളത്തിലെ പല ഓട്ടോ സ്റ്റാൻഡുകളിലെയും ആൾക്കാർക്ക് ഇതേ അവസ്ഥയാണ് വന്നേക്കുന്നതാണ് പറഞ്ഞത്. ഇത് ഒരു ഓട്ടോയ്ക്ക് മാത്രം വന്ന പെറ്റികളാണ്. എത്ര പേപ്പറാണ് നോക്കൂ. നമ്മുടെ ട്രാഫിക്കിൽ നമ്മുടെ KSRTC കാണിക്കുന്ന നിയമലംഘനങ്ങൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇവിടെ കൊട്ടാരക്കരയിലെ എല്ലാ ബസ്സും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. ഏതെങ്കിലും ഒരു വണ്ടിക്ക് ഇവിടെ ട്രാഫിക് സിഗ്നൽ തെറ്റി എന്ന് പറഞ്ഞാൽ പെറ്റി ഉണ്ടാവുന്നില്ല. MPD കുറേ ചാനലുകാരെ വിളിച്ചു നിർത്തി ഇവിടെ കിടന്ന് പട്ടിഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു. KSRTC എടുത്ത് ഉപദേശം ഇവിടെ നാട്ടിലുള്ള നിങ്ങളെല്ലാം പെറ്റി എടുക്കും മറ്റേതൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എത്ര ജീവൻ ഈ MC റോഡിൽ പൊളിഞ്ഞിട്ടുണ്ട്, എത്ര ജീവൻ പൊളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ സാധാരണക്കാരെ പണിയാൻ വേണ്ടി മാത്രം എന്തിനാണ് ഇങ്ങനെ ഇവർ കഷ്ടപ്പെട്ടുണ്ടാകുന്നത്? ഇന്ന് ഒരു ദിവസം തുച്ഛമായിട്ട് എടുത്ത 10-500 രൂപയ്ക്ക് വേണ്ടി പുറവിന് പോയി നക്കി തിന്നുന്നത് വെറും ചറ്റത്തരമാണ്. അടുത്ത കോട്ടയം ബസ്സുകാർ ഈ വണ്ടി ഇങ്ങനെ കൊണ്ട് നിർത്തുന്നതിന് അതിന് പറ്റിയില്ല, ഓട്ടോറിക്ഷക്കാരാണെങ്കിൽ അതിന് പറ്റിയുണ്ട്. അതാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ KSRTCക്ക് ഒരു നിയമം, ഓട്ടോറിക്ഷക്കാർക്ക് വേറെ നിയമം ഇതുപോലെ ഞങ്ങൾ ഇവിടെ എടുത്താൽ പറ്റിയ ഇതെന്നെ ഇവിടെ നടക്കുന്നത്. അങ്ങനെ 2-3 നിയമം അവിടെ നടക്കുന്ന മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതാണ് ഇപ്പോഴത്തെ സംഭവം. ഇതാണ് നോക്ക്, അതിൻ്റെ ബാക്ക് കിടക്കുന്ന എവിടെ നോക്ക്. ആൾ റോഡ് ക്രോസ് ചെയ്യും, എങ്ങനെ ക്രോസ് ചെയ്യും? ആ ബസ്സിൻ്റെ കീഴ്ത്തൂടെ പോകണം. എന്നിട്ട് ഞങ്ങളെങ്ങാണ് ഓട്ടോറിക്ഷ കഷ്ടകാലത്തിന് വിജയാസിലെങ്ങാനും പോകാനൊന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ ക്യാമറ അടിക്കുക, അല്ലെങ്കിൽ പോലീസുകാർ ഫോട്ടോ എടുക്കുക, എന്നിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുക, ഫോണിനകത്ത് തെറ്റി വരിക. ഡെയിലി 1000-1500 വന്ന് ഞങ്ങളിവിടെ നടക്കും. വിജയാസി പോയാൽ 30 രൂപ ഓട്ടോ, 30 രൂപയ്ക്ക് 1000 രൂപ അടയ്ക്കാനുണ്ടോ? ആ KSRTC കയറ്റി വെച്ചൊക്കെ നോക്ക്. ആ സീബ്ര ഈ ലൈനിനകത്ത് കിടന്നതിനാ ഒരു ഓട്ടോയ്ക്ക് പറ്റി വന്നേക്കുന്നത്. ഈ ലൈനിനകത്ത് കിടന്നത് അപ്പോൾ ഈ KSRTC വന്ന് ഈ ക്യാമറ കണ്ണടയ്ക്കൂ. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുമോ? ഇതിലേ വരണ്ടി, ആ വണ്ടി ഇടത്തോട്ട് കൊണ്ട് ട്രാക്കിൽ കൂടെ പോകാൻ. പക്ഷേ വണ്ടി കൊല്ലം കൊണ്ട് വണ്ടി വരുന്നുണ്ടോ? അതിന് പറ്റിയില്ല. ഇവിടെ ഈ കിടക്കുന്ന ഓട്ടോറിക്ഷയ്ക്കൊക്കെ അധികമായിട്ട് പെറ്റി വന്നുകൊണ്ടിരിക്കും. 10,000 രൂപ, 12,000 രൂപ, 18,000 രൂപ ഓരോ ഓട്ടോറിക്ഷയ്ക്കും പെറ്റി അടിച്ചുകൊണ്ടിരിക്കുക ക്യാമറ. ഈ MPD ക്യാമറ സെപ്റ്റംബർ മാസത്തിലെങ്ങാണ്ടത് ഓണാക്കിയെന്ന് പറയുന്നത് നമുക്കറിയത്തില്ല, നമ്മളറിയിച്ചിട്ടുമില്ല. ഈ ട്രാഫിക്കിൻ്റെ അതിലേ കൂടെ VIP-കളൊക്കെ പോകുന്ന സമയത്ത് ഇവർ സിഗ്നൽ ഓഫ് ചെയ്തിട്ട് നിൽക്കുന്ന പോലീസുകാരനും ഹോംഗാർഡിലൂടെ വണ്ടിക്ക് കൈ കാണിച്ച് സീബ്ര ലൈനിൽ കയറ്റിയിട്ടാണ് അപ്പോൾ ക്യാമറ ഇത് പിടിച്ചിട്ട് പെറ്റി വരുക. അത് ഞാൻ പോയി എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ പോയി ചോദിച്ചപ്പം അവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ് ക്യാമറയ്ക്ക് അറിയത്തില്ലല്ലോ നിങ്ങൾ സീബ്ര ലൈനിൽ കയറ്റിയെടുത്ത കാര്യം. ഞാൻ അന്നേരം ചോദിച്ചു, നിങ്ങൾ പോലീസിനോട് ഇത് പറഞ്ഞു, പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഈ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് നമ്മളടുത്ത് പറയണ്ടായോ? എന്നാൽ അവർ കൈ കാണിച്ചത് കയറ്റി നിർത്തരുത് വണ്ടി. അവർ 2 ലൈനിലിട്ട് വണ്ടിയുടെ സ്റ്റോപ്പ് എന്നിട്ടുണ്ട്. സ്റ്റോപ്പ് എന്ന് 2 ലൈനിലിട്ടുണ്ട്. ആ ലൈനിൻ്റെ അവിടെ ഈ അങ്ങോട്ട് പോകേണ്ടി വന്ന് നിർത്താവും. അവിടെ റെഡാണ് കത്തി കിടക്കുന്നെങ്കിൽ. ഇവരിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ഒന്നും കത്തത്തില്ലല്ലോ. അപ്പോൾ ഇവർ കൈ കാണിച്ച് കയറ്റി നിർത്തി കഴിയുമ്പോൾ വണ്ടി ആ വീതിക്കുള്ള വെള്ള ലൈനിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കും ഈ സ്കൂട്ടറിനുള്ള പെറ്റി വരുന്നത്. ബാക്കി KSRTC, പ്രൈവറ്റ്, മറ്റുള്ള വാഹനങ്ങൾക്ക് VIP-ഉള്ള കാറിന് ഇതിനൊന്നും പറ്റിയില്ല. അവിടെ ഞാൻ പോയതാ, അവിടെ കമ്പ്യൂട്ടർ സൂം ചെയ്തതിനെ കാണിച്ചാൽ ബാക്കി ഈ ഓട്ടോറിക്ഷ ഏറ്റവും കൂടുതൽ പെറ്റി ഇവിടെ കിടക്കുന്നത്. ഈ കിടക്കുന്ന വണ്ടിക്കെല്ലാം 10,000, 12,000, 17,000 രൂപ പെറ്റി കിടക്കുന്നത്.
എത്ര വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞു? KL 24P 6323. ഇത് ക്യാമറയ്ക്കകത്ത് വന്നിരിക്കുകയാണ്. അത് 0 ആണ് കാണിക്കുന്നത്. അത് ഇപ്പോൾ പറ്റി വന്നുകൊണ്ടിരിക്കുന്നത് 1000 രൂപയാണ്. അതിന് 1000 രൂപ. അത് ഒരു 0 ആയി. രണ്ടാമത്തെ ആയി. ഇത് മൂന്നാമത്തെ ആയി. അത് കഴിഞ്ഞിട്ട് ഇത് നാലാമത്തെ ആയി. അത് കഴിഞ്ഞിട്ട് ഇത് അഞ്ചാമത്തെ ആയി. ഇത് 6, പിന്നെ ഇത് 7, ഇത് 8, ഇത് 9, ഇത് 10, ഇത് 11, ഇത് 12, ഇത് 13, ഇത് 14, ഇത് 15, 15. പിന്നെ ഇത് പോലീസിൻ്റെയാണ് 500 രൂപ വന്നേക്കുന്നത്. പോലീസിൻ്റെ 500 രൂപ 500 ആയിരിക്കും. 0 ഉള്ളത് 1000. ഇത് 500. ഇപ്പോൾ ഏകദേശം ഇത് ഈ വണ്ടിക്ക് ഈ നമ്പറിനകത്ത് തന്നെ ഏകദേശം ഒരു 20,000 രൂപയോളം പെറ്റി വന്നിരിക്കണം ഓൾറെഡി. സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആ കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഡെയിലി വരുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും RTOയുടെ ഭാഗത്തുനിന്നും നിരന്തരമായിട്ടുള്ള പെറ്റികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ വണ്ടിക്കും 20,000 രൂപ 22,000 രൂപ പെറ്റിയാണ്. ഈ MVDയുടെ ക്യാമറ വെക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് അറിയിക്കണ്ടായിരുന്നു. ഇവർ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവർ ഓണാക്കി കളഞ്ഞു. എന്നാൽ ഞങ്ങൾ നിരന്തരം ഇവിടെ 30 രൂപയ്ക്ക് ഓട്ടോ ഇവിടെ വിജാസ ഏറ്റവും കൂടുതൽ പോകുന്നത്. ഈ വിജാസ് പോകണേ 30 രൂപ ഓട്ടോ 30 രൂപയ്ക്ക് ഈ സിഗ്നൽ കഴിഞ്ഞ് പോകണം. ഈ സിഗ്നൽ ചെല്ലുമ്പോഴായിരിക്കും ഇവർ ഓഫ് ചെയ്യുന്നത്. ഈ ഓഫ് ചെയ്യുന്ന വഴിക്ക് ഈ പോലീസർ കൈ കാണിച്ച് ശ്രീപ്രധാനി വണ്ടി നിർത്തുന്നത്. ആ 30 ഓട്ടത്തിന് 1000 രൂപ പെറ്റിയാൻ വരുന്നത്. 1000 രൂപ ഞങ്ങൾ എവിടെ നടക്കണം? ഇതിപ്പോൾ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്ന പെറ്റിയുടെ പേപ്പറുകളാണ്. ഇത് ഒറ്റ ഒരു വണ്ടിക്ക് മാത്രം വന്നിരിക്കുകയാണ്. ഇത് കേരള പോലീസിൻ്റെയും അതുപോലെ തന്നെ RTOയുടെയും എല്ലാം ഒരു വണ്ടിക്ക് വന്ന പ്രിൻ്റ് ഔട്ടാണ് ഈ എടുത്തിരിക്കുന്നത്. ഓരോ വണ്ടിയുടെ ഒരു വണ്ടിയുടെ മാത്രം ഒറ്റ വണ്ടിക്ക് മാത്രമാണ് ക്യാമറ പിടിക്കുകയാണെങ്കിൽ 1000 രൂപ പെറ്റിയാണ്. ഇതിപ്പം ഈ സാധാരണ ഞങ്ങളിവിടെ KSRTCയുടെ നമ്പറൊക്കെ അടിച്ച് നോക്കിയായിരുന്നു. ഒരൊറ്റ വണ്ടിക്ക് ഒരു പെറ്റിയില്ല. പ്രൈവറ്റ് ബസ്സുകളുടെ നമ്പറുകൾ ഞങ്ങൾ അടിച്ചു നോക്കി. അവർക്ക് ഒരൊറ്റ പെറ്റിയില്ല. ഇവിടെ ഓട്ടോറിക്ഷക്കാരന് മാത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ പെറ്റി വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഓട്ടോറിക്ഷക്കാരെയും സ്കൂട്ടറുകാരെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഓട്ടോക്കാരനെയാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത്. ഞങ്ങളിവിടെ നിരന്തരം ആവശ്യപ്പെട്ടാണ് മുനിസിപ്പാലിറ്റിയോടും പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടാണ് ഞങ്ങൾക്കൊരു പെർമിറ്റ് അല്ലെങ്കിൽ വണ്ടി തിരിച്ചറിയപ്പെടാൻ ഒരു നമ്പർ തരിക. അല്ലെങ്കിൽ കളർ അല്ലെങ്കിൽ ചിലടത്ത് കൊല്ലത്തൊക്കെ മഞ്ഞ അടിച്ച് അല്ലെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ ഞങ്ങളുടെ സീനിയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ പെർമിറ്റുള്ള വാഹനങ്ങൾക്കും അനുസരിച്ച് അത് നൽകാൻ ഞങ്ങൾ നിരവധി തവണ മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളിവിടെ ഓടുന്ന വണ്ടികളുടെ എല്ലാം പേപ്പർ സഹിതം ബുക്കും പേപ്പറും പെർമിറ്റ് ഉൾപ്പെടെ ഞങ്ങൾ പോലീസ് SIയുടെ കൊണ്ടുകൊടുത്തു. ഗോകുമാർ സാറായിരുന്നു. ഗോകുമാർ സാറിൻ്റെ ഞങ്ങൾ കൊണ്ടുകൊടുത്തത്. സാർ ഇന്ന് ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഓടുന്നതാണ്, ഞങ്ങൾക്ക് ഇവിടെ ഓടാനുള്ള അനുമതി വേണം. ഞങ്ങൾ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വെളിയിൽ നിന്നുള്ള വാഹനങ്ങളെല്ലാം ഇവിടെ വന്ന് നടന്ന് ഓടുകയാണ്. ഇപ്പം വണ്ടികൾ തിരിച്ചറിയപ്പെടാൻ സാധിക്കുന്നില്ല. അതിന് എന്തെങ്കിലും ഒരു നടപടി മുനിസിപ്പാലിറ്റി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരം 10,000-10,000 രൂപ പെറ്റിയ ദിവസം 1000 രൂപ പോലും കൊണ്ടുപോകാനില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഇതിന് ഇങ്ങനെ ഈ പെറ്റി അടിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെ അടയ്ക്കും? CC അടയ്ക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം ഞങ്ങൾ എങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു ദയയില്ലാതെ ഇപ്പോൾ ട്രാഫിക് SI ആയാലും വന്ന് ഇപ്പം നമ്പർ ബാക്കി നമ്മൾ ക്യാമറ വെച്ച് അവരെടുക്കുക, അവർ കൊണ്ടുപോയി നമുക്ക് മെസ്സേജ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ പെറ്റി നമ്മൾ എഴുതി തരുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള സംവിധാനമില്ല. ഇപ്പം മെസ്സേജ് വരിക. ഇപ്പം 500 എങ്കിൽ 500 അവർക്ക് തോന്നുന്ന രീതിയിലാണ് പെറ്റി നമ്മൾ ഫൈൻ ഈടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ അടയ്ക്കും? ഞങ്ങൾ ആരോട് പറയും പരാതി?